എല്ലാവർക്കും ഒരാസ്വാദകനാകാൻ സാധിക്കും, പക്ഷേ എല്ലാവർക്കും ഒരു എഴുത്തുകാരനാകാൻ സാധിക്കില്ല. സൂര്യാസ്തമനം നമ്മൾ കാണുമ്പോൾ എല്ലാവരും അത് ആസ്വദിക്കുന്നുണ്ട്. പക്ഷേ സൂര്യാസ്തമനത്തെക്കുറിച്ചൊരു പെയിൻറ്റിങ് വരയ്ക്കാൻ പറഞ്ഞാൽ, ഒരു കവിത എഴുതാൻ പറഞ്ഞാൽ, ഒരു കഥ എഴുതാൻ പറഞ്ഞാൽ എല്ലാവർക്കും അത് സാധിക്കത്തില്ല. വളരെ കുറച്ച് പേര് മാത്രമേ അത് എഴുതുകയുള്ളൂ. ഇനി പലരും ചിത്രം വരച്ചാലും കവിതയോ കഥയോ എഴുതിയാലും അത് ജനഹൃദയങ്ങളെ ആകർഷിക്കുന്ന ഒന്നാക്കി തീർക്കാൻ അതിലും വളരെ കുറച്ച് പേർക്ക് സാധിക്കും. അതിലും കുറഞ്ഞ ആൾക്കാർക്ക് മാത്രമേ അതൊരു മനോഹര സൃഷ്ടിയാക്കാൻ കഴിയൂ. അതുകൊണ്ടൊരു എഴുത്തുകാരനാകുന്നു എന്ന് പറയുമ്പോൾ അതിൽ ജന്മസിദ്ധമായ സഹജമായ പ്രതിഭയെന്നോ വാസനാബലമെന്നോ പറയാവുന്ന ഒന്നുണ്ട്. അതുകൊണ്ടാണ് കവികൾ അധികം പിറക്കാതിരിക്കുന്നത്, എഴുത്തുകാരന്മാർ അധികം ഉണ്ടാകാതിരിക്കുന്നത്. അത് ഒരു പ്രത്യേകതയായിട്ട് എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. എൻ്റെ കുടുംബത്തിൽ എല്ലാവരും ഒക്കെ കുറേശ്ശെ എഴുതുന്നവരായിരുന്നെങ്കിലും ഞാൻ അതിൽ ശ്രദ്ധിക്കപ്പെട്ട ഒരു എഴുത്തുകാരനായി, ഏറെ പുസ്തകങ്ങൾ എഴുതുന്ന ഒരാളായി തീരാനിടയായത് എനിക്ക് തോന്നുന്നു എൻ്റെ ഉള്ളിൽ ആ സഹജമായ വാസന ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. എൻ്റെ കുടുംബത്തിൽ എൻ്റെ ജ്യേഷ്ഠൻ ധാരാളം കഥകളും ചില നോവലുകളും കവിതകളും ഒക്കെ എഴുതി. അത് വായിച്ചാണ് ഞാൻ എഴുത്തിലേക്ക് തിരിഞ്ഞത്. പക്ഷെ അദ്ദേഹത്തിൻ്റെ സൃഷ്ടികളൊന്നും വെളിച്ചം കണ്ടില്ല. അതിന് പല കാരണമുണ്ട്. ഒന്ന്, അന്നത്തെ കുടുംബ സാഹചര്യം. അദ്ദേഹത്തിന് ഞങ്ങളെ, അനുജന്മാരെ, സഹോദരിയൊക്കെ സംരക്ഷിക്കേണ്ടതുള്ളത് കൊണ്ട് സ്വതന്ത്രമായി എഴുത്തിലേക്ക് തിരിയാനുള്ള സാഹചര്യം അദ്ദേഹത്തിനുണ്ടായിരുന്നില്ല. അദ്ദേഹം അതുകൊണ്ട് തൻ്റെ കഴിവുകൾ പ്രകടിപ്പിക്കാനോ അത് പ്രദർശിപ്പിക്കാനുള്ള ഒരു വേദി തനിക്ക് ലഭിച്ചില്ല. അങ്ങനെ വേദി ലഭിച്ചിരുന്നെങ്കിൽ അദ്ദേഹം വലിയൊരു എഴുത്തുകാരനാകുമായിരുന്നു. എന്നാൽ എൻ്റെ കാര്യത്തിൽ വന്നപ്പോഴേക്കും ഞാൻ കുടുംബത്തിൽ 4ാമത്തെ ആളാണ്. 2 ജ്യേഷ്ഠന്മാരുടെ സംരക്ഷണവും സഹായവും എനിക്ക് ലഭിച്ചു. വിദ്യാഭ്യാസം ഏറ്റവും കൂടുതൽ എനിക്കാണ് ആ കാലത്ത് ലഭിച്ചത്. പോസ്റ്റ് ഗ്രാജുവേഷൻ വരെ പഠിക്കാൻ എനിക്ക് അവസരമുണ്ടായി. എൻ്റെ ജ്യേഷ്ഠന്മാർക്ക് അതിനവസരം ലഭിക്കാതിരുന്നത് ഞങ്ങൾ അനുജന്മാരെയും സഹോദരിയെയും ഒക്കെ ശ്രദ്ധിക്കേണ്ടതുള്ളതുകൊണ്ട്. അതുകൊണ്ട് ഞാനൊരു എഴുത്തുകാരനായതിൽ എനിക്ക് പ്രതിഭാശക്തി കൂടുതലുണ്ടെന്നോ എൻ്റെ സഹോദരനോ സഹോദരിക്കോ ഒക്കെ കുറവായിരുന്നു എന്നുള്ളതുമല്ല. എനിക്ക് കുറച്ചുകൂടെ വളരാനുള്ള അവസരം ലഭിച്ചു, അല്ലെങ്കിൽ ഞാനത് പ്രയോജനപ്പെടുത്തി എന്നതാണ് എന്നെ കുറച്ചുകൂടെ പൊതുജനമധ്യേ ഒരു എഴുത്തുകാരനാക്കാൻ ഇടയാക്കി തരുന്നത്. എനിക്ക് ലഭ്യമായ സാഹചര്യം ഞാൻ പ്രയോജനപ്പെടുത്തി. എനിക്ക് സാഹചര്യം ഉണ്ടായി. അതിന് എന്നെ സഹായിച്ച ആ സാഹചര്യങ്ങളോട്, എൻ്റെ സഹോദരങ്ങളോടൊക്കെ എനിക്ക് ഒത്തിരി കടപ്പാടുണ്ട്. അതുകൊണ്ട് നമ്മൾ വളർന്നു വികസിക്കുന്നു എന്ന് പറയുമ്പോൾ, അതിന് വളരാൻ, ഒരു ചെടി വളരുമ്പോൾ അതിന് ആവശ്യമായ വെള്ളവും വളവും വെളിച്ചവും കിട്ടിയെങ്കിൽ മാത്രമേ അത് വളരുകയുള്ളൂ. അതൊന്നും കിട്ടാതെ ഒരു വനത്തിൻ്റെ കീഴിൽ നിൽക്കുന്ന ചെടി ചിലപ്പോൾ മുരടിച്ചു പോയേക്കാം. ചെടിയെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. അത്യാവശ്യം വെളിച്ചവും വെള്ളവും അത്യാവശ്യം മറ്റ് സാഹചര്യം ഉണ്ടെങ്കിൽ അത് വളർന്നു പോകും. ധാരാളം ആളുകൾ പൊതുരംഗത്ത് വരാതിരിക്കാൻ കാരണം സാഹചര്യങ്ങൾ പലപ്പോഴും അനുകൂലമല്ലാതിരിക്കുന്നു, വളരാൻ ഉതകുന്ന സാഹചര്യങ്ങൾ ഇല്ലാത്ത അവസ്ഥകൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് ഒരാൾ വളരുന്നുവെങ്കിൽ അവരെ വളരാൻ ഇടയാക്കിയ സാഹചര്യങ്ങൾ വളരെയധികമുണ്ട്. അവരോട് കടപ്പെട്ടിരിക്കുന്നു. നമ്മൾ ഒരാൾ ഒറ്റയ്ക്കൊരു ദ്വീപല്ലല്ലോ. നമ്മളെ സഹായിച്ച പലരും ഉണ്ട്. അതുകൊണ്ട് എൻ്റെ വളർച്ചയിൽ എന്നെ ഞാനാക്കിയത് എൻ്റെ കുടുംബത്തിൽപ്പെട്ട സഹോദരങ്ങളുടെയും ഒക്കെ ത്യാഗപരമായ പ്രവർത്തനങ്ങൾ കൊണ്ടാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എന്നെ വളർത്തിയ അധ്യാപകരും എനിക്ക് ജ്ഞാനോപദേശിച്ചു തന്ന പലരും അതിനോട് കടപ്പെട്ട് എനിക്ക് അവരുമായി വളരെ അവർക്ക് നന്ദി പറയാൻ ഏറെ കാര്യങ്ങൾ ആ കാരണത്തിൽ തന്നെയുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു.